So hello guys, welcome back to the video. എല്ലാവർക്കും സ്വാഗതം. So guys, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടക്കാച്ച ടോപ്പിക്കുകളാണ്. സോ എന്തായാലും നിങ്ങൾക്ക് തംബ്നെയിൽ ടൈറ്റിൽ കാര്യം കണ്ടപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ കിടക്കാച്ചായിട്ടുള്ള ഒരു മാസ്കോട്ട് ലോഗോ ട്യൂട്ടോറിയലാണ് ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ. ഓക്കെ, സോ എന്തായാലും കിടിലമായിട്ടുള്ള വേറെ വീഡിയോസ് കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. സോ എന്തായാലും കുറച്ച് വീഡിയോസ് ഒക്കെ എഡിറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ എന്തായാലും അതൊക്കെ അടുത്ത് തന്നെ വരുന്നുണ്ടാവും. സോ ഗൈസ്, ഇപ്പോൾ അതുപോലെ തന്നെ ഇൻട്രോ ട്യൂട്ടോറിയൽസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഏത് ഇൻട്രോ ട്യൂട്ടോറിയലാണ് അടുത്തായിട്ട് വേണ്ടതെന്നുള്ള താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. സോ നമ്മൾ നോക്കിയിട്ട് എന്തായാലും ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ ഗൈസ്, അതുപോലെ പറയാനുള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഒരു പാക്കിനകത്ത് അല്ലെങ്കിൽ ഈ ഒരു പാക്ക് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. സോ നിങ്ങൾ എന്തായാലും വീഡിയോ ഫുള്ള് കാണുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു പാക്കിൻ്റെ പാസ്വേഡ് കാര്യം കിട്ടുന്നുണ്ടാവും. അതുപോലെ തന്നെ ഇതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ കഴിഞ്ഞ വീഡിയോൻ്റെ ലിങ്ക് നമ്മൾ വെബ്സൈറ്റിലാണ് കൊടുത്തിട്ടുണ്ടായത്. അതായത് കഴിഞ്ഞ വീഡിയോൻ്റെ ഫയൽ നമ്മൾ വെബ്സൈറ്റിലാണ് കൊടുത്തിട്ടുണ്ടായത്. പക്ഷേ ഇത് നമ്മൾ നോർമലി കൊടുക്കുന്ന രീതിക്ക് തന്നെയായിരിക്കും കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, കാരണം നമ്മുടെ വെബ്സൈറ്റിൽ കുറച്ച് വർക്ക് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. സോ അതുകൊണ്ട് ഇപ്പം എന്തായാലും അതിനകത്തൊന്നും കൊടുക്കാനായിട്ട് പറ്റില്ല. സോ എന്തായാലും വെബ്സൈറ്റ് സെറ്റ് ആവുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ഇനി ഇടുന്ന വീഡിയോസിനകത്ത് കംപ്ലീറ്റ് നമ്മൾ യൂസ് ചെയ്യുന്ന എല്ലാ സംഭവങ്ങളും. സോ ഇപ്പം നിങ്ങൾക്ക് അറിയാം, നമ്മൾ യൂസ് ചെയ്യുന്ന ഫോണിൻ്റെ ലിങ്ക് കൊടുക്കാറില്ല. ആൻഡ് അതുപോലെ തന്നെ ചെറിയ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ ചെറിയ വേറെ സംഭവങ്ങളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് ഗൂഗിളിൽ നിന്ന് ഡൗൺലോഡ് ചെയ്യാനായിട്ടാണ് പറയാറ്. ഓക്കെ, സോ ഇനി നമ്മുടെ വെബ്സൈറ്റ് സെറ്റായി കഴിഞ്ഞാൽ നമ്മൾ ഫുള്ള് കംപ്ലീറ്റ് കാര്യങ്ങൾ നമ്മുടെ വെബ്സൈറ്റിൽ കൊടുക്കുന്നുണ്ടാവും. അതായത് വീഡിയോയ്ക്ക് അത് യൂസ് ചെയ്യുന്ന ഫോണ്ട് ആൻഡ് അതുപോലെ തന്നെ ആപ്പിൻ്റെ ലിങ്ക് ആൻഡ് കൈൻമാസ്റ്റർ മോഡാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ലിങ്ക്, സോ എല്ലാം നമ്മൾ കൊടുക്കുന്നുണ്ടാവും. ഓക്കെ, സോ എന്തായാലും ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക, സെറ്റാവുന്ന വരെ വെയിറ്റ് ചെയ്യുക. എൻ്റെ സെറ്റായി കഴിഞ്ഞാൽ നമ്മളത് ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടാവും. സോ അത്രയാണ് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, സോ നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ ഫയൽസ് പാസ്വേഡ് പ്രൊട്ടക്റ്റഡ് ആണ്. സോ എന്തായാലും വീഡിയോ ഫുള്ളായിട്ട് കാണാം. ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു മാസ്കോട്ട് തന്നിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ വിനിൽ GFX ആണ്. ഓക്കെ, സോ നമ്മുടെ അക്കിയിട്ട പാക്കിൽ വിനിൽ കൊടുത്തിട്ടുണ്ടായിരുന്ന ഒരു മാസ്കോട്ടാണ്. സോ വിനിലിൻ്റെ ഇൻസ്റ്റഗ്രാം ID കാര്യങ്ങൾ ഞാൻ താഴെ കൊടുക്കാം. സോ അത്രയാണ് ഇതിനകത്ത് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ ഡയറക്റ്റ് വീഡിയോയിലോട്ട് പോവാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ പിക്സൽ ലാബ് ഓപ്പൺ ചെയ്തിട്ടുണ്ട്. സോ ഇതിനകത്ത് BROOKLYN PRO എന്ന് പറഞ്ഞിട്ട് ടൈപ്പ് ചെയ്ത് കൊടുക്കുകയാണ്. സോ ഫസ്റ്റത്തെയും ലാസ്റ്റത്തെയും ലെറ്ററാണ് നമ്മൾ വലുതാക്കി കൊടുക്കുന്നത്. ഓക്കെ, സോ ഡാമേജസ് ആണ് യൂസ് ചെയ്യുന്ന ഫോണ്ട്. സോ എന്തായാലും ഞാൻ ഫുള്ള് കാണിക്കുന്നില്ല. സോ അതിനുശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ 1500 എന്നുള്ള ഒരു ഇതിനകത്ത് ഒരു പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ പുതിയൊരു ക്യാൻവാസ് ക്രിയേറ്റ് ചെയ്യുക. ആൻഡ് അതിന് ശേഷം നിങ്ങൾ നിങ്ങളുടെ ലോഗോയും ടെക്സ്റ്റും അതുപോലെ തന്നെ ഷീൽഡ് കാര്യങ്ങളും എടുക്കുക. ഓക്കെ, സോ ഇതിൻ്റെ ഫയൽസിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കാം. സോ നിങ്ങൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അത് കിട്ടുന്നുണ്ടാവും. സോ നിങ്ങളതെല്ലാം ഇങ്ങോട്ടേക്ക് ഇമ്പോർട്ട് ചെയ്യുക. സോ ഗൈസ്, ഇപ്പോൾ നമ്മുടെ ഷീൽഡും എല്ലാ കാര്യങ്ങളും ഇതിലോട്ട് എടുത്തിട്ടുണ്ട്. സോ അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ ടെക്സ്റ്റിനാണ് നമ്മൾ ഫസ്റ്റ് ഗ്രേഡിയൻ്റ് കാര്യം കൊടുക്കാണ്ട് പോകുന്നത്. സോ ടെക്സ്റ്റ് നമ്മൾ മുകളിലോട്ട് കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം ചെയ്യുന്നത് എന്താ വെച്ചാൽ ജസ്റ്റ് നമ്മുടെ ലോഗോ കാര്യങ്ങൾ ജസ്റ്റ് നമ്മുടെ ഷീൽഡിന് മാച്ചിങ് ആയുള്ള രീതിക്ക് ജസ്റ്റ് ഒന്ന് റീസൈസ് ചെയ്ത് വെക്കുകയാണ്. സോ നിങ്ങൾക്ക് അത് വേണമെന്നുണ്ടെങ്കിൽ ലാസ്റ്റ് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പോൾ ചെയ്തിട്ടുന്നേ ഉള്ളൂ. ഓക്കെ, സോ അതിന് ശേഷം ചെയ്യാണ്ട് പോകുന്നതെന്ന് വെച്ചാൽ ജസ്റ്റ് സെലക്ട് പിക്സൽസ് അടിക്കുക. ആൻഡ് അതിന് ശേഷം എക്സ്ട്രാക്ട് അടിക്കുക. സോ ട്രാൻസ്ഫോം അടിക്കുക. ട്രാൻസ്ഫോം അടിച്ചതിന് ശേഷം കുറച്ച് ഭാഗം നമ്മൾ കുറയ്ക്കുകയാണ്. ആൻഡ് അതിന് ശേഷം നമ്മുടെ ഈ ഒരു മോഡ് മൈനസിലോട്ട് ആക്കിയതിന് ശേഷം സെലക്ട് ചെയ്യണം. ഓക്കെ, സോ നമ്മുടെ പകുതിക്ക് താഴെ വെച്ച് സെലക്ട് ചെയ്യാണ്. അതായത് താഴെ ഒന്ന് പകുതിക്ക് മേലേക്ക് വെച്ചിട്ടാണ് സെലക്ട് ചെയ്യുന്നത്. സോ അതിന് ശേഷം ജസ്റ്റ് ആ ഒരു മോഡ് ടൂൾ മൈനസ് ആക്കുക. അതായത് ആ മൈനസ് ആക്കിയത് നമ്മൾ ഡിസേബിൾ ചെയ്യുക. ആൻഡ് അതിന് ശേഷം നമ്മൾ ഫസ്റ്റത്തെ 2 ലെറ്ററും ലാസ്റ്റത്തെ 2 ലെറ്ററിനാണ് ഈ ഒരു കളർ കാര്യം കൊടുക്കാണ്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് മാച്ചിങ് ആയിട്ട് ഒന്ന് കളർ കാര്യം കൊടുക്കുക. ഞാൻ ജസ്റ്റ് ഇപ്പം അതിൽ നിന്ന് തന്നെ പിക്ക് ചെയ്യാണ് ചെയ്യാണ്ട് പോകുന്നത്. സോ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ യെല്ലോ കൊടുക്കണമെന്നുണ്ടെങ്കിൽ യെല്ലോ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഞാനിപ്പം കറക്റ്റായിട്ട് മാച്ചിങ് വരാൻ വേണ്ടിയിട്ടാണ് ആ ഒരു കൊടുത്തിരുന്ന സംഭവത്തിൽ നിന്ന് തന്നെ അല്ലെങ്കിൽ ആ ഒരു മാസ്കിൽ നിന്ന് തന്നെ പിക്ക് ചെയ്തെടുത്തത്. സോ ഇപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം നമുക്ക് ഇതിന് ജസ്റ്റ് ഒരു സ്ട്രോക്ക് അപ്ലൈ ചെയ്യണം. സോ അതിന് വേണ്ടി എംപ്റ്റി ലെയർ ക്രിയേറ്റ് ചെയ്തു. മെയിൻ ലെയറിൽ പോയിട്ട് സെലക്ട് പിക്സൽസ് അടിച്ചു, എംപ്റ്റി ലെയറിൽ കൊണ്ട് എക്സ്ട്രാക്ട് അടിച്ചു, ട്രാൻസ്ഫോം അടിച്ചു, ഫുള്ളാക്കി. സോ അതിന് ശേഷം ബ്ലാക്ക് കളർ കാര്യങ്ങൾ ബാക്കിൽ നമ്മൾ കൊടുത്തു. സോ അത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് കാര്യങ്ങളൊക്കെ സെറ്റാണ്. സോ അതിന് ശേഷം നമ്മുടെ ഈ ഒരു ടൂൾ ഓൺ ആക്കിയതിന് ശേഷം ജസ്റ്റ് ബാക്ക്ഗ്രൗണ്ടിൽ ഒന്ന് ഇതാക്കി കൊടുക്കുകയാണ്. ഓക്കെ, സോ ജസ്റ്റ് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ്. ജസ്റ്റ് ഈ ഒരു രീതിക്ക് ഒരു റെക്റ്റാങ്കിൾ വരുന്ന രീതിക്ക് മാത്രമാണ് സോ ആ ഒരു സംഭവം കൊടുത്തിട്ടുള്ളത്. ആൻഡ് അതിന് ശേഷം ഇത് നമ്മൾ മെർജ് ചെയ്യാണ്, ആ 2 ലെയർ മെർജ് ചെയ്യാണ്. സോ ഇത് നിങ്ങൾക്ക് 2 രീതിക്ക് വെക്കാണ്ട് പറ്റും. ഒന്നെന്ന് പറഞ്ഞാൽ നമുക്ക് സ്ക്യൂ കൊടുത്ത് വെക്കാണ്ട് പറ്റും. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒരു ആർച്ച് പോലെ വെക്കാണ്ട് പറ്റും. ഓക്കെ, സോ നമ്മൾ ആ ഒരു രീതിക്കാണ്, അതായത് ആർച്ച് ഉള്ള ആ രീതിക്കാണ് നമ്മൾ ഇതിനകത്ത് വെക്കാണ്ട് പോകുന്നത്. സോ എന്തായാലും ജസ്റ്റ് ഇത് ഞാൻ വെച്ച് നോക്കിയതേ ഉള്ളൂ. എനിക്ക് കുറച്ചും കൂടെ നന്നായിട്ട് തോന്നിയത് മറ്റേതാണ്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് അത് വെക്കാണ്ട് പോകുന്നത്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ജസ്റ്റ് ആ ഒരു ലെയർ കാര്യങ്ങൾ ഓപ്പൺ ആക്കിയിട്ടുണ്ട്. സോ ജസ്റ്റ് ഞാൻ സേവ് ചെയ്തിടുകയാണ്. കാരണം നമ്മൾ ആ ഒരു ഓപ്ഷൻ കാര്യങ്ങൾ കൊടുക്കുമ്പോൾ എപ്പോഴും എൻ്റെ PSC ക്രാഷ് ആവാറുണ്ട്. സോ അതുകൊണ്ടാണ് സേവ് ചെയ്തിട്ടത്. സോ അതിനുശേഷം ആൻഡ് ഓപ്ഷനിൽ പോയിട്ട് വാർപ്പ് എഫക്റ്റ് എടുത്തു. ആൻഡ് അതിന് ശേഷം ജസ്റ്റ് ഈ ഒരു രീതിക്ക് നമ്മളൊന്ന് വലുതാക്കി വെക്കുകയാണ്. അതായത് ജസ്റ്റ് മുകളിലോട്ടൊന്ന് ഡ്രാഗ് ചെയ്ത് കൊടുക്കുകയാണ്. ചെറിയൊരു രീതിക്ക് ഒരു ആർച്ച് എഫക്റ്റ് കാര്യങ്ങൾ വരുത്താൻ വേണ്ടിയിട്ടാണ്. സോ ഇനി നിങ്ങൾ ജസ്റ്റ് അതൊന്ന് അറേഞ്ച് ചെയ്യുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിക്ക് അറേഞ്ച് ചെയ്യാവുന്നതാണ്. ആൻഡ് റീസൈസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു രീതിക്ക് ചെയ്യാവുന്നതാണ്. ഞാൻ ജസ്റ്റ് ഇപ്പം കുറച്ച് വിടുത്ത് കാര്യങ്ങൾ
ചേഞ്ച് കാര്യങ്ങളൊക്കെ വരുത്തിയിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഇപ്പോൾ നമ്മൾ ചെയ്തിട്ടുള്ളത്. സോ എനിക്ക് ഇതാണ് കുറച്ചും കൂടെ മറ്റേതിനേക്കാളും കുറച്ചും കൂടെ ഭംഗിയായിട്ട് തോന്നിയത്. സോ അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു വീഡിയോക്കകത്ത് ഈ ഒരു പാറ്റേൺ ട്രൈ ചെയ്യുന്നത്. ഓക്കെ, സോ എന്തായാലും ഈ ഒരു വാർപ്പ് എഫക്റ്റ് കാര്യങ്ങൾ 2 പ്രാവശ്യം കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ എൻ്റെ PSC കാര്യങ്ങൾ ക്രാഷ് ആവാറുണ്ട്. സോ അതുപോലെ തന്നെ നിങ്ങളുടെ PSC കാര്യങ്ങൾക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടോ എന്ന് നോക്കാം. സോ എന്തായാലും അതുകൊണ്ട് തന്നെ ഒന്ന് സേവ് ചെയ്തിട്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, സോ നിങ്ങളത് ക്രാഷ് ആയി കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ അത്രയും ചെയ്ത് വെറുതെ ആവും. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. സോ അതിനുശേഷം ഞാൻ ഒന്നും കൂടെ സേവ് ചെയ്തിട്ടുണ്ട്. സോ എന്തിനാ ഈ കൂടെ സേവ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ ഇനിയും അത് വാർപ്പ് എഫക്റ്റ് അറിയാതെ കൊടുത്തു കഴിഞ്ഞാൽ വീണ്ടും നമ്മുടെ PSC ക്രാഷ് ആവും. സോ ഇതുപോലെ തന്നെ നമ്മൾ മുമ്പ് ട്യൂട്ടോറിയൽ ഇട്ടിട്ട് അതിനകത്ത് ഞാൻ ചെയ്ത ഫുള്ള് കാര്യങ്ങൾ ക്രാഷ് ആയി പോയി. സോ അതുകൊണ്ടാണ് ഞാനത് സേവ് ചെയ്തിട്ട് ചെയ്യുന്നത്. ഓക്കെ, സോ ഇതിനകത്ത് നമ്മൾ ഈ ഒരു സ്ക്യൂ കൊടുത്തിട്ടുള്ളത് ചെയ്യാനായിട്ട് പോകുന്നില്ല. ജസ്റ്റ് ആ ഒരു ആർച്ചിലുള്ളതിനാണ് നമ്മൾ ഇതിനകത്ത് യൂസ് ചെയ്യാനായിട്ട് പോകുന്നത്. ജസ്റ്റ് ഞാൻ കൊടുത്തതേ ഉള്ളൂ. സോ ഗൈസ്, അപ്പോൾ അതിനുശേഷം നമ്മൾ ഈ ഒരു ലെയേഴ്സ് കാര്യങ്ങളെല്ലാം മെർജ് ചെയ്യണം. ഓക്കെ, നമ്മൾ ആ ഒരു 3 ലെയർ മെർജ് ചെയ്തു. ആൻഡ് അതിനുശേഷം അതിന് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തു. ജസ്റ്റ് അത് ലീനിയർ ഡോട്ട് ചെയ്തു. ആൻഡ് അതിനുശേഷം നമ്മുടെ ഒപ്പാസിറ്റി കാര്യങ്ങൾ ഒരു 30 ആ ഒരു രീതിക്ക് വെക്കുക. ഓക്കെ, സോ എന്തിനാണ് അത് ചെയ്തതെന്ന് വെച്ചാൽ നമ്മുടെ ആ ഒരു ലോഗോ കുറച്ചും കൂടെ ബ്രൈറ്റ് ആക്കാൻ വേണ്ടിയാണ്. സോ നിങ്ങൾക്ക് ഇപ്പം നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും നമ്മുടെ ആ ഒരു ചേഞ്ചസ് വന്നത്. ഓക്കെ, സോ നമ്മളിപ്പോൾ എന്തായാലും 30 കുറച്ച് വീണ്ടും നമ്മളൊരു 15 താഴോട്ടാക്കി വെച്ചിട്ടുണ്ട്. സോ ഇപ്പോൾ നമ്മുടെ ലോഗോ കുറച്ച് ബ്രൈറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി ചെയ്യാനായിട്ടുള്ളതെന്ന് പറഞ്ഞാൽ ദിസ് സെലക്ട് പിക്സൽസ് അടിക്കാൻ, അതിന് ശേഷം നമ്മുടെ MT ലെയറിൽ കൊണ്ട് എക്സ്ട്രാക്ട് ചെയ്യുക, ട്രാൻസ്ഫോം അടിച്ച് ഫുള്ള് കൊടുക്കുക. സോ ഇപ്പോൾ നമ്മുടെ ലോഗോയുടെ സ്ട്രോക്ക് കാര്യങ്ങൾ നമ്മൾ സെറ്റ് ആക്കിയിട്ടുണ്ട്. സോ ഇനി ഇതിനകത്ത് നമ്മളൊരു MT ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് നമുക്ക് വിസിബിൾ ആവാൻ വേണ്ടി മാത്രം ഒരു കളർ ഗ്രേഡിയൻ്റ് കാര്യം കൊടുക്കുകയാണ്. സോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കളർ കൊടുക്കാം. ജസ്റ്റ് നമ്മളവിടെ വരുത്തുന്ന ചേഞ്ചസ് കാര്യങ്ങൾ നമുക്ക് ക്ലിയർ ആയിട്ട് കാണാം. സോ അതിനുവേണ്ടി മാത്രമാണ് ഈ ഒരു സംഭവം കാര്യങ്ങൾ ചെയ്യുന്നത്. ഓക്കെ, സോ അതിനുശേഷം ഈ ഒരു രീതിക്ക് നമ്മൾ സെലക്ട് ചെയ്ത് ആ ഒരു പോയിൻ്റ് കാര്യങ്ങളൊക്കെ ആ ഒരു അഡ്ജസ്റ്റ് കാര്യങ്ങളൊക്കെ ജസ്റ്റ് പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുക്കുകയാണ്. സോ അത് എപ്പോഴത്തെ വീഡിയോയിൽ പറയുന്ന പോലെ തന്നെ കുറച്ച് ശ്രദ്ധയോടെ കാര്യങ്ങൾ ചെയ്യുക. കാരണം ആ ഒരു ഭാഗം നിങ്ങൾ ചെയ്യുമ്പം പെട്ടെന്ന് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു ഭാഗത്ത് ഒരു കട്ടിങ് വരാനായിട്ട് ചാൻസ് ഉണ്ട്. സോ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത്. ഓക്കെ, സോ ആ ഒരു രീതിക്ക് കറക്റ്റായിട്ട് ചെയ്യുക. ഞാൻ ഈ ഒരു ഭാഗം ഫാസ്റ്റ് ഫോർവേഡ് ആക്കുകയാണ്. ഓക്കെ, സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ ആ ഒരു ഭാഗങ്ങളൊക്കെ പോയിൻ്റ് ഔട്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. സോ ഇതിന് ശേഷം നമ്മുടെ ആ ഒരു ഷോപ്പ് പോയിൻ്റർ ടൂൾ കാര്യങ്ങൾ ജസ്റ്റ് ഞാൻ ഓഫ് ആക്കുകയാണ്. സോ അതിനുശേഷം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ആ ഒരു ലെയർ കാര്യങ്ങൾ നമ്മളൊന്ന് മെർജ് ചെയ്ത് കൊടുത്തു. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ലെയറിനകത്ത് തന്നെ നമ്മുടെ ബ്ലാക്ക് കളർ ആക്കാം. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പുതിയൊരു ലെയർ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം ബാക്ക്ഗ്രൗണ്ട് ബ്ലാക്ക് ആക്കാം. ഓക്കെ, സോ ഇപ്പോൾ ജസ്റ്റ് നമ്മൾ പുതിയൊരു MT ലെയർ ജസ്റ്റ് ആ ഒരു ലെയർ ഡ്യൂപ്ലിക്കേറ്റ് ചെയ്തു. ആൻഡ് അതിന് ശേഷം ആ ഒരു ലെയർ ജസ്റ്റ് ഈ ഒരു രീതിക്ക് വലുതാക്കി വെച്ച് കൊടുക്കുകയാണ്. ഇതെന്തിനാണ് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, ബാക്ക്ഗ്രൗണ്ടിൽ ബ്ലറായിട്ട് ചെറിയ രീതിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ആൻഡ് അതിന് ശേഷം നമ്മൾ ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ ക്ലിക്ക് ചെയ്തതിന് ശേഷം ജസ്റ്റ് ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങൾ കൊടുക്കാണ്ട് പോവാണ്. ആൻഡ് ഇനി ലാസ്റ്റായിട്ട് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ആൻഡ് ഓപ്ഷനിൽ പോവാം. ആൻഡ് ഓപ്ഷനിൽ പോയതിന് ശേഷം ജസ്റ്റ് ഈ ഒരു എഫക്റ്റിനകത്ത് ചെറിയൊരു ഫെയ്ഡ് എഫക്റ്റ് കാര്യം കൊടുക്കാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, സോ ജസ്റ്റ് നമ്മൾ ആൻഡ് ഓപ്ഷനിൽ പോവാണ്. ആൻഡ് അതിന് ശേഷം അതിനകത്ത് നിന്ന് ജസ്റ്റ് ഒരു ഫെയ്ഡ് ഓപ്ഷൻ കാര്യം കൊടുക്കാം. ആൻഡ് അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എഫക്ട്സിലോട്ട് പോകാം. ആൻഡ് എഫക്ട്സിലോട്ട് പോയതിന് ശേഷം ലൈറ്റ്നിങ് എന്ന് പറയുന്നൊരു ഓപ്ഷൻ ഉണ്ട്. സോ അത് കൊടുത്താലായിട്ട് മതി. ഞാൻ ഇതിനകത്ത് ഫെയ്ഡാണ് കൊടുക്കുന്നത്. സോ ലൈറ്റ്നിങ് കൊടുത്താലും ഏകദേശം ഒരേ എഫക്ട്സ് ആണ് വരുന്നുണ്ടാവുക. സോ എന്തായാലും നിങ്ങൾക്കത് ഇഷ്ടപ്പെട്ട് നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ജസ്റ്റ് ഈ ഒരു രീതിക്കുള്ള ഗ്രേഡിൻ്റെ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് നമ്മളത് കൊടുക്കുന്നുണ്ട്. സോ അതിന് ശേഷം കൊടുത്തതിന് ശേഷം ഇവിടെ ടിക്ക് അടിച്ച് കൊടുക്കാം. സോ ഇപ്പോൾ നമ്മൾ ടിക്ക് അടിച്ച് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം ഇനി ചെയ്യാനുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ ബാക്കി ലെയേഴ്സ് കാര്യങ്ങൾ ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, സോ ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ നമ്മുടെ ആ ഒരു പാർട്ടിക്കിൾ എഫക്റ്റ് കാര്യങ്ങൾ വെച്ച് ആഡ് ചെയ്ത് കാണിച്ചു തരാം. സോ ഗൈസ്, ഇപ്പോൾ നമ്മൾ പാർട്ടിക്കിൾ എഫക്റ്റ് കാര്യങ്ങൾ എടുത്തിട്ടുണ്ട്. സോ അത് എടുക്കുമ്പോൾ ഇങ്ങനെയായിരിക്കും ഉണ്ടാവുക. സോ അതിന് ശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് വലുതാക്കി വെച്ച് കൊടുത്തു. ആൻഡ് അതിന് ശേഷം ലീനിയർ ഡോഡ്ജ് കൊടുത്തു. സോ അതിന് ശേഷം ചെയ്യേണ്ടതെന്ന് വെച്ചാൽ എഫക്ട്സിലോട്ട് പോവുക. ആൻഡ് അതിന് ശേഷം ടിൻറ്റ് കൊടുക്കുക. ആ ഒരു കളർ കാര്യങ്ങൾ സെലക്ട് ചെയ്ത് കൊടുക്കുക. ഓക്കെ, സോ നമ്മളിപ്പോൾ ആ ഒരു കളർ കാര്യം സെലക്ട് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ആൻഡ് അതിന് ശേഷം ജസ്റ്റ് ഒരു ഡ്യൂപ്ലിക്കേറ്റ് ലെയർ ചെയ്തു. സോ അതിൻ്റെ ആ ഒരു ഒപ്പാസിറ്റി കൂട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളത് ചെയ്തത്. ഓക്കെ, ആൻഡ് ആ ഒരു ഡ്യൂപ്ലിക്കേറ്റ് ചെയ്ത ലെയറിനകത്ത് ചെറിയൊരു രീതിക്ക് ഗൗഷൻ ബ്ലർ കാര്യങ്ങൾ നമ്മൾ കൊടുത്തു. അതായത് ചെറിയൊരു ഗ്ലോ പോലെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ആ ഗൗഷൻ ബ്ലറിൻ്റെ ആ ഒരു എഫക്റ്റ് കാര്യങ്ങൾ നമ്മൾ കൊടുത്തത്. ആൻഡ് അതിന് ശേഷം ഞാൻ താഴെ കുറച്ച് ഫയൽസിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു ഫയൽസ് കാര്യങ്ങളെല്ലാം അങ്ങോട്ടേക്ക് എടുക്കാം. ഓക്കെ, അപ്പോൾ ഗൈസ് ഈ ഒരു ലെയറിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്. സോ ആ ഒരു പാക്കിനകത്ത് നിങ്ങൾക്ക് ഈ ഒരു ലെയർ കിട്ടുന്നുണ്ടാവും. സോ അതിനുശേഷം ഈ ഒരു ലെയർ കാര്യങ്ങൾ ഇങ്ങോട്ടേക്ക് എടുക്കാൻ ഇത് ഓപ്ഷനിലാണ്, വേണമെന്നുണ്ടെങ്കിൽ മാത്രം ചെയ്താൽ മതി. എന്തായാലും പാക്കിനകത്ത് ഞാൻ പ്രൊവൈഡ് ചെയ്യാം. താല്പര്യമുണ്ടെങ്കിൽ യൂസ് ചെയ്യാം, താല്പര്യമില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ ഒരു ലെയർ ഒഴിവാക്കാവുന്നതാണ്. ഓക്കെ, ആൻഡ് അതിനുശേഷം ജസ്റ്റ് ലീനിയർ ഡോഡ്ജ് കൊടുത്തു. ലീനിയർ ഡോഡ്ജ് കൊടുത്തതിന് ശേഷം എപ്പോഴത്തേയും പോലെ നമ്മുടെ അതിൻ്റെ കളർ കാര്യങ്ങൾ മാറ്റി കൊടുക്കുക. സോ അതിനുവേണ്ടി ടിൻറ്റ് ഓപ്ഷൻ കാര്യങ്ങൾ കൊടുത്താൽ മതി. സോ അതിന് ശേഷം ബാക്കിയുള്ള ലെയേഴ്സ് കൂടെ ഞാൻ ആഡ് ചെയ്തിട്ട് കാണിച്ചു തരാം. ഓക്കെ,
സോ ഗൈസ് ഇപ്പം നമ്മൾ താഴെ ഭാഗത്ത് ഒരു സ്മോക്ക് എഫക്റ്റ് അതുപോലെ തന്നെ ഒരു ലൈറ്റ്നിങ്ങിൻ്റെ ഒരു വരയുടെ സംഭവം കാര്യങ്ങളോട് ആഡ് ചെയ്തിട്ടുണ്ട്. സോ അതെന്തായാലും ഞാൻ വീഡിയോക്കകത്ത് ആഡ് ചെയ്തിട്ടില്ല. അതുപോലെ തന്നെ പാക്ക് ചെയ്യുന്നത് എന്തായാലും കൊടുക്കാം. സോ അതെന്തായാലും ഏകദേശം അവിടെ കൊണ്ടുവന്ന് വെച്ചതിന് ശേഷം ലീനിയർ റോഡ്സ് കൊടുക്കുക ആൻഡ് ടിൻറ്റ് കൊടുത്ത് കളർ മാറ്റാം. സോ അത്ര ചെയ്യാനുള്ളൂ. നമ്മളത് വീഡിയോ റെക്കോർഡ് ചെയ്തില്ല. സോ അതുകൊണ്ടാണ് അത് ചെയ്യാൻ. ഓക്കെ, സോ അതിനുശേഷം ചെയ്യേണ്ടത് എന്താ വെച്ചാൽ നമ്മുടെ ആവശ്യമില്ലാത്ത ലെയേഴ്സ് കാര്യങ്ങളുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ഡിലീറ്റ് ചെയ്ത് കളയാവുന്നതാണ്. ആൻഡ് അതിനുശേഷം ഈ ഒരു മെയിൻ ലോഗോ ലെയറിൻ്റെ ബാക്കിൽ ഗ്ലോ കൊടുക്കുക ആൻഡ് ഗ്ലോ കൊടുത്തിട്ട് നമ്മുടെ ആ ഒരു സെയിം കളർ സെലക്ട് ചെയ്യുക. സോ അതല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ വൈറ്റ് എന്തെങ്കിലും സെലക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് കൊടുക്കാവുന്നതാണ്. നമ്മൾ ഈ ഒരു രീതിക്കാണ് ഇപ്പോൾ കൊടുക്കുന്നത്. ആൻഡ് അതിനുശേഷം നമ്മൾ ടിക്ക് കൊടുത്തു. ആൻഡ് ടിക്ക് കൊടുത്തതിന് ശേഷം ഇപ്പോൾ നമ്മുടെ ലോഗോ കാര്യങ്ങൾ സെറ്റാണ്. സോ ഇനി സേവ് കൊടുക്കുക. സോ സേവ് കൊടുക്കാനായിട്ട് ഈ ഒരു പുറത്തോട്ടുള്ള ആരോയിൽ ക്ലിക്ക് ചെയ്യുക. ആൻഡ് അതിന് ശേഷം നമ്മുടെ ഈ ഒരു ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ അതിന് ശേഷം സേവ് ടു ഗാലറി കൊടുത്ത് PNG ആക്കിയിട്ട് അതിൽ ക്ലിക്ക് ചെയ്ത് ഓക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ഫയൽ കാര്യങ്ങൾ സേവ് ആവുന്നുണ്ടാവും. സോ ഗൈസ് ഇപ്പോൾ ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ നിങ്ങൾക്ക് സിമ്പിളായിട്ട് നമ്മുടെ മാസ്കോട്ട് ലോഗോ ചെയ്തെടുക്കാവുന്നേ ഉള്ളൂ. സോ എന്തായാലും ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ. സോ കിടിലമായിട്ടുള്ള വേറെ ആയിട്ട് വീഡിയോസ് ആയിട്ട് കാണുന്നുണ്ടാവും. ആൻഡ് അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തവരാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ ഓളോട് സെറ്റാക്കി വെക്കുക. ആൻഡ് നേരത്തെ പറഞ്ഞപ്പോൾ തന്നെ വെബ്സൈറ്റിൻ്റെ ഫുൾ വർക്ക് തീർന്നു കഴിഞ്ഞാൽ നമ്മൾ എല്ലാ പാക്സും പ്രൊവൈഡ് ചെയ്യുന്നുണ്ടാവും. ഓക്കെ, സോ എന്തായാലും പിന്നെ കുറച്ച് നാളത്തേക്ക് ചറബറ പാക്ക് വീഡിയോസ് ആയിരിക്കും നമ്മൾ ചെയ്യുന്നുണ്ടാവുക. സോ എന്തായാലും അത്രയാണ് ഓവറോൾ പറയാനുള്ളതെന്ന് പറഞ്ഞാൽ. സോ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ പാസ്വേഡ് നിങ്ങൾക്ക് എന്തായാലും കിട്ടിയിട്ടുണ്ടാവും. സോ ഫയൽ ലിങ്ക് താഴെ കൊടുക്കാം. ഡൗൺലോഡ് ചെയ്യുക, യൂസ് ചെയ്യുക, ക്രിയേറ്റ് ചെയ്യുക. ഓക്കെ, ആൻഡ് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ അതുപോലെ തന്നെ മാക്സിമം ഷെയർ ചെയ്യുക. സോ ഫ്രീ ഫോർമാറ്റ് കാണുന്നവരെ ബൈ ബൈ ഗൈസ്, ലവ് യു ഓൾ, ടേക്ക് കെയർ.